C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? അവരൊക്കെ എത്തി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. അതിന് സമയമായോ മമ്മി? സമയമായി, വേഗം വാ. വാ, എഴുന്നേക്ക്. മോളെ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് നിക്ക്. ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ നിക്കല്ലേ? നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. വാ വാ. എന്താടോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ ഞാൻ. ഏയ് ഇല്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. ചടങ്ങ് തുടങ്ങാൻ പോവാ. ഇതുവരെ അവനെ കിട്ടിയിട്ടില്ല. എന്തായാലും ചടങ്ങ് ഗംഭീരമായി നടക്കട്ടെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ശരി, ഞാനിത് കഴിഞ്ഞിട്ട് തന്നെ വിളിക്കാം. ശരിയെന്ന്. ഓക്കെ. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, തുടങ്ങാം. സുധാകരനാരെ എന്നാ പിന്നെ ചടങ്ങിലേക്ക് പോവാം. ചടങ്ങ് തുടങ്ങാം. വരൂ, ഇരിക്കും. മോള് വാ. രണ്ടാളും എഴുന്നേറ്റുള്ളൂ. ഇനി അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ അച്ഛനോട്. കൃത്യസമയത്ത് എന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയം ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തി. ഇതുപോലെ വിവാഹവും നടത്തും. നീ ഒരു ചുക്കും ചെയ്യത്തില്ല. കാണിച്ചു തരാം എന്താ നടക്കാൻ പോകുന്നെന്ന്. ഒരു തവണ നിന്നെ ഞാൻ വെറുതെ വിട്ടു. പക്ഷേ രാജീവിന്റെ വിധി ജയപ്രകാശിന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമൊന്നും വേണ്ട. അല്ലാതെ തന്നെ എന്റെ മുമ്പിൽ വേറെ വഴികളുണ്ട്. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനൊന്നും എനിക്ക് മനസ്സിലടാ. എനിക്ക് എന്റെ കുടുംബം നോക്കണം. അതാ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത്. നിന്റെ അനിയത്തിയും കൂടെ ജീവിക്കുന്ന വീടാത്. അവിടെ വന്ന് കുറെ ഉപ്പും ചോറും കഴിച്ചാനല്ലേ നീ? എന്നിട്ടും ആ കുടുംബത്തോടും അവിടെ ഉള്ളവരോടും നിരകട് മാത്രമേ നീ കാണിച്ചിട്ടുള്ളൂ. ഇപ്പം നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അതിനിയും ഒരുപാട് നാള് കിടക്കുകയല്ലേ. അതെങ്ങനെ നടക്കുമെന്ന് ഒന്ന് കാണണം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ വിചാരിക്കുന്ന പോലെ പ്രിയെ ഞാൻ കൊണ്ടുപോകും. അതൊന്നും നടക്കില്ല അവനാശേ. അഥവാ അങ്ങനെ നടക്കണമെങ്കിൽ നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. തൽക്കാലം എനിക്ക് മരിക്കാൻ മനസ്സില്ല. കാരണം
എന്റെ ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തീരുമാനിച്ച് മാറ്റിവെച്ചിട്ടുള്ളതാ. അതിൽ കയറി തൊട്ട് കളിക്കാൻ വരുന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ ഞാൻ വന്നത് എന്റെ അനുജത്തിയുടെ നിശ്ചയം കഴിഞ്ഞു എന്ന് പറയാനാ. ഇനി അവളുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാൽ ഇപ്പൊ നിന്നെ കെട്ടിയിട്ടത് ഈ മുറിയില്ല. ഇനി നിന്നെ ഈ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിക്കളയും ഞാൻ. കേട്ടോടാ? അങ്ങനങ്ങ് പറഞ്ഞു പോകാതെ ഡീക്കേ. എന്നെ കുഴിച്ചുമൂടാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അമരാവതിയിലെ ഒരുപാട് പേരുടെ കരച്ചിലുയരും. ലോകത്തിലെ ആരോടും ഒന്നിനോടും ഒരു ആത്മാർത്ഥത ഇല്ലാത്തവനാ നീയെന്ന് ഞങ്ങൾക്കറിയാം. സ്വന്തം പെങ്ങളുടെ ജീവൻ പോലും നിനക്കൊരു പ്രശ്നമല്ലെന്നും എനിക്കറിയാം. അവളെ മുന്നിൽ നിർത്തി പോലും നീ എന്തു ക്രൂരതയും കാണിക്കും. വേണമെങ്കിൽ അവളുടെ ജീവിതം തന്നെ നീ ഇല്ലാതാക്കും. പക്ഷെ നീ ഒന്നോർത്തോ, അമരാവതിയിലെ ഒരു പെൺകുട്ടിയുടെയും ജീവിതം പോലും ഇനിയൊരു ദുരന്തമായി മാറാൻ ഞങ്ങളെ സമ്മതിക്കില്ല. അതിന് നീ ശ്രമിച്ച നിന്റെ ജീവിതം ദുരന്തമായി പോവേ ഉള്ളൂ. കാണാം നമുക്ക്. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവളുടെ വിവാഹത്തിന്റെ തീയതിയും നാളെ തീരുമാനിക്കും. അത് ഞാൻ നടത്തിയിരിക്കും. കേട്ടോടാ? ഇതുപോലെ നമ്മൾ നേർക്കുനേർ ഇനിയും കാണും. നിന്നെക്കൊണ്ടത് മുടക്കാൻ പോയിട്ട് അതിന്റെ 7 അയലത്ത് പോലും വരാൻ സാധിക്കില്ല. ജ്യോതി, പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.